ഇന്ന് കുടജാദ്രി അവിടെ ഒരുപാട് ജീപ്പുകളുണ്ട്. നമ്മുടെ ജീപ്പ് വഴി കയറാം, അല്ലെങ്കിൽ ട്രക്കിംഗ് വഴി നിങ്ങൾക്ക് കയറാൻ സാധിക്കും. ഫോറസ്റ്റ് ഓഫീസ് ഇവിടെ ബാഗ് ചെക്ക് ചെയ്യും, പിന്നെ പെർമിഷൻ വേണം. പെർമിഷൻ മേടിച്ചിട്ട് മുന്നോട്ട് പോകാം. ഒരു നല്ല വ്യൂ. ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാം. ഒരു സെക്കൻഡ്, ഞാൻ ഫോട്ടോ എടുക്കാം. ഇതല്ലേ ബീച്ചസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൂടെ കയറാൻ ശ്രമിക്കുകയാണ്. അല്ല, മൂന്നാമത്തെ സെക്ഷന് ഞങ്ങളെ കയറാൻ പോകുന്നത്. പുള്ളിക്കാരൻ നമ്മളെ ഗൈഡാണ്. അപ്പോൾ ഈ പുള്ളിക്കാരനെ വിളിച്ചിട്ടാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോയത്. അപ്പോൾ ഫോറസ്റ്റ് ഓഫീസിൽ പോയി പുള്ളിക്കാരനെ എടുത്ത് പിന്നെ നമ്മൾ കയറി. നാലാമത്തെ ഫോൺ. അതായത് ആ മരൻ്റെ താഴ്ന്ന് വെച്ചാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത്, ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ മരൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കയറി വന്ന് ഇങ്ങനെ കയറി വരികയാണ്. ഈ കയറി വന്ന സ്ഥലത്താണ് 3-4 വെള്ളച്ചാട്ടമുള്ളത്. വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ വെയിലായിരിക്കും. പക്ഷേ സൺഗ്ലാസ് വേണം, സൺലോഷൻ വേണം, തൊപ്പി വയ്ക്കണം, വെള്ളം കരുതണം. ഇതപ്പോൾ വെള്ളം മാത്രം കരുതിയാൽ മതി. പക്ഷെ വെള്ളം നമുക്ക് അത്ര കുടിക്കണ്ട കാര്യമില്ല. പക്ഷെ ടയർഡാവും. വണ്ടർഫുൾ വ്യൂ ആണ്. അവിടെയൊക്കെ നമ്മൾ പോകേണ്ടത്. അവിടുന്ന് കയറിയിട്ട് അങ്ങനെ കയറി അതിന് മേലോട്ട് കയറണം. നേരെ ആ സൈഡോട്ട് അങ്ങോട്ട് പോകണം. ജീപ്പ് ഇവിടെ വരെ എത്തും. നമ്മളെ താഴത്ത് കണ്ട ജീപ്പ്, നമ്മൾ രാവിലെ പറഞ്ഞ ജീപ്പ് ഇവിടെ എത്തും. പൈസ 500 കണ്ടുമാണ് പെർ ഹെഡ്. ഇറ്റ്സ് ഓക്കെ. കുടജാദ്രിയിലാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ കുടജാദ്രിയിൽ നിന്ന് നല്ലൊരു ട്രക്കിംഗ് സ്പോട്ട് കിട്ടി. അപ്പോൾ തിരിച്ച് താഴത്തോട്ട് പോകണം. കാരണം കുടജാദ്രിക്ക് പോയി ഇനിയും ഒരുപാട് ലേറ്റാകും. ഞങ്ങൾ കുടജാദ്രി പോകണമെങ്കിൽ അങ്ങോട്ട്, അതായത് നമ്മൾ ആ ഭാഗത്തോട്ട് പോകണം. ആ ഭാഗത്തോട്ടാണ് അങ്ങോട്ട് പോകണം. ജീപ്പിൽ പോവാണെങ്കിൽ പോവാം, അല്ലെങ്കിൽ ബസ് ചെയ്ത് പോകാം. പക്ഷേ ഇവിടെ സമയം എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ തിരിക്കുകയാണ്. നോക്കാം വേറെ ഏതെങ്കിലും സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെ
ഇവിടെ നിന്നായിരുന്നു മഴ.